ഇറ്റ്സ്, ഇറ്റ്സ്, ഈസിൻറ്റ്. ഈ പ്രയോഗങ്ങളുടെ അർത്ഥവും ഉപയോഗവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ക്യാറ്റ് ഈസ് ചേസിങ് ഇറ്റ്സ് ടെയിൽ. പൂച്ച അതിൻ്റെ വാലിൽ പിടിക്കാൻ ഓടുമ്പോഴാണ് നമ്മളിങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ്സ് എന്നതിൻ്റെ അർത്ഥം ഇവിടെ അതിൻ്റെ എന്നാണ്. ഇറ്റ്സ് ടെയിൽ, അതിൻ്റെ വാൽ. ഓക്കെ. മറ്റൊരു ഉദാഹരണം, എ ബേർഡ് ബിൽറ്റ് ഇറ്റ്സ് നെസ്റ്റ് ഇൻസൈഡ് മൈ റൂം. ഒരു പക്ഷി എൻ്റെ മുറിക്കുള്ളിൽ അതിൻ്റെ കൂട് കൂട്ടി. ഇറ്റ്സ് നെസ്റ്റ്, അതിൻ്റെ കൂട് അല്ലേ. അപ്പോൾ ഇറ്റ്സ് എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എന്നാണ്. എന്നാൽ ഈ ഇറ്റ്സിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ്, ഇറ്റ് ഹാസ് എന്നിവയുടെ ചുരുക്കമാണ് ഇറ്റ്സ്. ഉദാഹരണം നോക്കാം. ഇറ്റ്സ് എ ഗുഡ് ഡേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗുഡ് ഡേ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇതൊരു നല്ല ദിവസമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം കൂടി. ഇറ്റ്സ് റെയിനിങ് ഹിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് ഹിയർ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇറ്റ്സ് അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം ഇറ്റ് ഹാസ് അറൈവ്ഡ് എന്നാണ്, അല്ലാതെ ഇറ്റ് ഈസ് അറൈവ്ഡ് എന്നല്ല. എന്തെങ്കിലും എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഇറ്റ്സ് അറൈവ്ഡ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി. ഇറ്റ്സ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇതിൻ്റെ പൂർണ്ണരൂപം ഇറ്റ് ഹാസ് സ്റ്റാർട്ടഡ് റെയിനിങ് എന്നാണ്. മഴ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവസാനമായി ഈസിൻറ്റ്. ഈസിൻറ്റ് എന്നത് ഈസ് നോട്ട് എന്നതിൻ്റെ ചുരുക്കമാണ്. ദ സ്കൈ ഈസിൻറ്റ് ബ്ലൂ ടുഡേ എന്ന് പറയുന്നത് ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ടുഡേ എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇന്ന് ആകാശത്തിൻ്റെ നിറം നീലയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഉദാഹരണം കൂടി. ഹി ഈസിൻറ്റ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് സ്ലീപ്പിംഗ് എന്നാണ്. അവൻ ഉറങ്ങുകയല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശരി, നമുക്കൊരു ഹോംവർക്ക് ചെയ്താലോ? ശരിയായ വാചകം ഏത്? ദ ഫ്ലവർ ലോസ്റ്റ് ഇറ്റ്സ് പെറ്റൽസ് ഇൻ ദ വിൻഡ്. അടുത്തത് പൂർണ്ണ രൂപത്തിൽ എഴുതുക. ഇറ്റ്സ് ടൈം ഫോർ ഡിന്നർ. ഇറ്റ്സ് ക്ലൈംബ്ഡ് ദ ട്രീ. രസകരമായ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.